أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ഇബ്ൻ അബ്ദുൽ അസീസ് ബലീലയാണ് ഖുതുബ ഓതിയത്. വിശുദ്ധ ഇസ്ലാമാകുന്ന അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഈ വിശാലമായ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന്റെ ആളമത്ത് എത്രമാത്രമുണ്ട്, എത്രമാത്രം വെയിറ്റുള്ളതായ ഒരു നിഅമത്താണ് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചു തന്നതായ ഈ മഹാമതം, ഈ മഹാദീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇറക്കിത്തന്നതായ ഈ മതത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ആയിരുന്നു ഇന്ന് അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചത്. ലികുല്ലിൻ ജഅൽനാ മിൻഹും ശർഅതൻ വമിൻഹാജ. ഓരോ വിഭാഗങ്ങൾക്കും മുമ്പ് പോയതായ, കഴിഞ്ഞു പോയതായ സമുദായങ്ങൾക്ക് ശരീഅത്തുണ്ടായിരുന്നു, മിൻഹാജ് ഉണ്ടായിരുന്നു. ഓരോരുക്കും അവരവർ ജീവിക്കേണ്ടതായ ഒരു ജീവിത രൂപവും ജീവിത രീതിയും ശരീഅത്തും കൽപ്പനയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതായ ശരീഅത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്നതായ മഹാ നിഅമത്താണ്. കാരണം ഈ ശരീഅത്തിലൂടെയാണ് എല്ലാ ശറാഇകളുടെ അവസാനം, അന്ത്യം കുറിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റു മതങ്ങളെക്കാളും ഉത്തമ മതം, മറ്റു ഉമ്മകളെക്കാളും ഉത്തമമായ ഉമ്മത്തുകളായിട്ട് ഉമ്മത്ത് മുഹമ്മദിനെ സെലക്ട് ചെയ്യുകയും ആ ഉമ്മത്ത് മുഹമ്മദിന്റെ ദൂതരാകുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മറ്റു നബിമാരെക്കാളും ഉന്നത പദവിയിലേക്ക് എത്തിയതായ മഹാനാക്കി മാറ്റുകയും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഇസ്ലാമിന്റെ പരിപൂർണത നൽകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സെലക്ട് ചെയ്യുകയും ആ പരിപൂർണ നൽകപ്പെട്ടതായ മതത്തിനെ നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഏൽപ്പിച്ചു പോവുകയും ചെയ്തതാണല്ലോ നാം കാണുന്നത്. ഇതൊരു മഹാ ഹല്ലാണ്. മക്ക ഇമാം പറയുന്നു, ഇത് എന്തൊരു ഹല്ലാണ്, എത്ര ഒരു വലിയ മഹാഭാഗ്യമാണ്. ഈ ഭാഗ്യത്തിന് അർഹതയാവാനുള്ളതായ ചാൻസ് ലഭിച്ചവർ എത്രമാത്രം അള്ളാഹുവിന്റെ ഭാഗത്ത് അവൻ കടപ്പെട്ടവനാണ് എന്നത് ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വളരെ അങ്ങേറ്റം ഇഷ്ടപ്പെട്ട അവന്റെ മതത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്ന ശൈലി ഇമാം ഓതുകയുണ്ടായി. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ അത് ഇസ്ലാമാണ് അള്ളാഹുവിന്റെ മതമായിട്ട് അള്ളാഹു അംഗീകരിച്ചത്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാതെ മറ്റു ആശയങ്ങളെ, മറ്റു ആദർശങ്ങളെ, മറ്റു റൂട്ടുകളെ ദീനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അവന്റെ ജീവിത രീതിയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് അവനിൽ നിന്നിട്ട് സ്വീകരിക്കപ്പെടുന്നത് തന്നെയല്ല. എന്ന് മാത്രമല്ല, വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവൻ പരലോകത്തിൽ നാശത്തിലും നഷ്ടത്തിലും പെട്ട ആളായി മാറുന്നതാണ്. കാരണം ദാലിക ദീനുൽ ഖയ്യിം എന്നല്ലാഹു പറഞ്ഞതുപോലെ ഏറ്റവും ഉന്നതയിലുള്ളതും ഏറ്റവും ചൊവ്വായ മാർഗവുമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സെലക്ട് ചെയ്ത് തന്നിരുന്നത്. അത് ബഹുഭൂരിപക്ഷം അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് അല്ലാഹു കൂട്ടിച്ചേർക്കുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അതെ, അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും ഉയർന്ന വിജയത്തിലേക്കും ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിലേക്കും ഏറ്റവും ഉയർന്നതായ മാനസികമായ ഉയർച്ചയിലേക്കും എല്ലാ രൂപത്തിലുള്ളതായ ഉയർച്ചയിലേക്കും എത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മതത്തിൽ മെമ്പർഷിപ്പ് നേടട്ടെ, ഈ മതത്തിന്റെ ഉടമകളായി മാറട്ടെ. ഈ മതത്തിന്റെ ഉടമകൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതായ ആ മഹാ നേട്ടവും സമ്പാദ്യങ്ങളും ആ മഹാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ആ മഹാ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതായ ആ പ്രത്യേകതകളും അതിലൂടെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടട്ടെ എന്നർത്ഥം. അതെ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ ശൈലിയാണത്. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അതെ, ഏറ്റവും നന്നായി അള്ളാഹുലേക്ക് മടങ്ങിയ, അള്ളാഹുലേക്ക് സമർപ്പിച്ച, ഈ മതത്തെ മതമായി അംഗീകരിച്ച, ഈ മതത്തെ ജീവിത രീതിയായി വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെ, കുടിൽ തൊട്ട് കൊട്ടാരം വരെ എല്ലാ തുറകളിലും ഈ അവസാനമായി അള്ളാഹു ഇറക്കിയതായ ഈ ഇസ്ലാമിന്റെ ശരീഅത്തിനെയാണ് ഒരാൾ അംഗീകരിച്ചതെങ്കിൽ അവനേക്കാളും നല്ലവൻ, അവനേക്കാളും ഉന്നത പദവിയിലേക്ക് എത്തിയവൻ, അവനേക്കാളും അള്ളാഹു ഇഷ്ടപ്പെട്ട വിഭാഗം ആരാണെന്ന് അള്ളാഹു ചോദിക്കുന്നത് കാണാം. അഥവാ വഹുവ മുഹ്സിൻ, അവൻ മുഹ്സിനായിരിക്കണം. അഥവാ ഈ ഇഹ്സാൻ എന്ന പദത്തിന്റെ തൊട്ട് നമ്മുടെ നേതാക്കളായ മുഫസ്സിറുകൾ എന്നിട്ട് പലരും മുവഹിദ് എന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. മറ്റു ചിലർ മുത്തബിഉൽ ശരീഅ എന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. എന്ന് പറഞ്ഞാൽ ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷ തൗഹീദ് തൊട്ട് അതിനുശേഷമുള്ള സർവകർമ്മങ്ങൾ,
ആദർശങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം ഈ മതം കൽപ്പിച്ചതനുസരിച്ച് ചെയ്യുന്ന ആള് ആരുണ്ടോ അവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു. അതോടൊപ്പം മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിമിന്റെ മില്ലത്തിന്റെ ബേക്കിൽ അദ്ദേഹം അണിനിരക്കുകയും ചെയ്യേണ്ടതാണ് എന്ന നിബന്ധന അള്ളാഹു അതേ ആയത്തിൽ തന്നെ വെക്കുകയുണ്ടായി. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ആണെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അവൻ ഇഷ്ടപ്പെട്ടതായ ദാസനായതുകൊണ്ട് തന്നെ അവന്റെ കൽപ്പന കൃത്യമായിട്ട് ഹനീഫായ ചൊവ്വായ മാർഗത്തിലെ കൃത്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടി ഈ തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തൗഹീദിനെ ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളതായ അമ്പിയാക്കന്മാരുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയായി മാറാനുള്ളതായ ചാൻസ് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അള്ളാഹുവിന് ഭൂമിയിൽ 2 ഖലീലന്മാർ മാത്രമാണുള്ളത്. ഒന്ന് നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നതായ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്നതാണ് നമുക്കറിയാവുന്നത് പോലെ. അതെ, അപ്പോൾ മക്ക ഇമാം കൂട്ടിച്ചേർക്കുന്നു, ഹുല്ല എന്ന് പറഞ്ഞാൽ സാധാരണ മഹബത്തല്ല, മഹബത്തിനേക്കാളും മീതെ നിൽക്കുന്നതായ ഒരു ഗ്രേഡിന്റെ സ്ഥാനത്തിന്റെ പദവിയുടെ പേരാണ് ഹുല്ല എന്ന് പറഞ്ഞാൽ, അഥവാ ഖലീലാവുക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ദീനിന്റെ ഹഖീഖത്ത്, അതിന്റെ യാഥാർത്ഥ്യം നിലനിൽക്കുന്നത്, അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് അതിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തത്വത്തിലൂടെയും അള്ളാഹുവിന്റെ സിഫാത്തുകളെയും അസ്മാകളെയും പഠിക്കുക എന്ന തത്വത്തിലൂടെയും അള്ളാഹുവിനോടുള്ളതായ കെട്ടുറപ്പുള്ള യഖീന്, ഉറപ്പ്, വിശ്വാസം ഉണ്ടാവുക എന്നതിലൂടെയും അള്ളാഹുവാണ് ലോകത്തിനെ മുഴുവനും ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്, അവനാണ് ലോകത്തിനെ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന വിശ്വാസത്തിലേക്ക് എത്തുക എന്നതിലൂടെയും ആണ് എന്ന് മക്ക ഇമാമ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഥവാ ഈ മതത്തിന്റെ ഉടമകളെ ബഹുമാനിച്ച പ്രത്യേകതയാണ് മറ്റു മുമ്പുള്ളതായ അള്ളാഹു ഇറക്കിയതായ ഗ്രന്ഥങ്ങളെ പോലെയല്ല, ആ സമൂഹത്തെ പോലെയുമല്ല. അന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹു ഇറക്കിയതായ തൗറാത്താവട്ടെ, ഇഞ്ചീലാവട്ടെ, സബൂറാവട്ടെ, അതുപോലെ തന്നെ മറ്റു സുഹഫുകളാവട്ടെ, അതിലെല്ലാം എന്തുണ്ടായിരുന്നില്ല? ആ മുഅ്ജിസ്, ഇജാസ് എന്ന് പറയുന്നതായ സൃഷ്ടികൾക്ക് അതുപോലെ തുല്യതയുള്ളത് ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്നതായ ഒരു പ്രത്യേകത അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചത് ഈ ഗ്രന്ഥത്തിൽ മാത്രമാണ്. നമുക്ക് നൽകപ്പെട്ടതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നൽകപ്പെട്ടതായ ഈ വിശുദ്ധ ഫുർഖാൻ അളീമിൽ മാത്രമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവലോടുകൂടി, ലോകത്തോട് വിടവാങ്ങലോടുകൂടി ഈ മതത്തിന്റെ പ്രബോധകന്മാരാണ് പിന്നെ അത് ഏറ്റെടുത്തത്. എന്തിലൂടെ? ഈ ഖുർആനിലൂടെ. എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് പോകുമ്പോൾ ഇവിടെ പിന്നെ മുഇസ്സത്ത് വേണം. ആ റസൂലുള്ളാഹിയുടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഇസ്സത്താണ് ഖുർആനായി അള്ളാഹു ശേഷിപ്പിച്ചത്. ആ ഖുർആനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ ലാ യഹ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി, മുഹമ്മദിനെ ഏൽപ്പിച്ചു പോയതായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏൽപ്പിച്ചു തന്നതായ ഈ വിശുദ്ധ ഫുർഖാൻ അലീം, അതിന്റെ പ്രത്യേകത എന്താണ്? ഖിയാമത്ത് നാൾ വരെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്, അതിനെ സംരക്ഷിക്കുന്ന ബാധ്യത അത് നമ്മുടേതാണ് എന്ന് അള്ളാഹു ഏറ്റെടുത്തത് കൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു ലാ യഅതീഹി, അതിൽ ചെന്ന് ചേരുന്നതല്ല ബാത്തിൽ, ഒരിക്കലും ബാത്തിൽ അതിൽ കടക്കുന്നതല്ല. അത് എപ്പോഴും സത്യത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്ന, സത്യത്തിലേക്ക് നയിക്കുന്ന, സത്യത്തിന്റെ നേതൃത്വം വഹിക്കുന്ന, സത്യത്തിന്റെ വിജയപതാക പറപ്പിക്കുന്ന ഗ്രന്ഥമായി ഇവിടെ നിലനിൽക്കുന്നതും ശേഷിക്കുന്നതുമാണ്. അതിൽ ബാത്തിൽ കടന്നുകൂടുന്നതല്ല, മുൻപിൽ കൂടിയോ പിന്നിൽ കൂടിയോ കടന്നുകൂടുന്നതല്ല. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു മിൻ അസീസിൻ ഹകീം, മാന്യനായ ഹക്കീമായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നിന്നിട്ട് ഇറങ്ങിയതായ ഗ്രന്ഥമാണത്. പിന്നീട് അല്ലാഹു പറയുന്നു കിതാബുൻ ഉഹ്കിമത് ആയാതുഹു തുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്കാമോടുകൂടി കൃത്യമായിട്ട് യാതൊരു നിലക്കുള്ള വളവോ തിരിവോ ഇല്ലാത്ത, യാതൊരു നിലക്കുള്ള വീഴ്ചയോ തോന്നൽ ഒന്നും തന്നെ ഇല്ലാത്ത, അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എന്തൊരു അത്ഭുതം. പ്രത്യേകിച്ച് അറബി ഭാഷയിൽ അഗാധ പാണ്ഡിത്യമുള്ളവരൊക്കെ അത് കേട്ടപ്പോൾ അവർ പ്രയാസപ്പെട്ടു പോയി. അവര് എന്താണിത്, ഇത് ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുന്നതല്ലേ അല്ല എന്ന് അവരിൽ നിന്നിട്ട് വിശ്വസിക്കാത്ത വിഭാഗം തന്നെ സമ്മതിച്ചു പോയി എന്നത് നമുക്കറിയാവുന്നതാണ്. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്കാം ചെയ്തത്. തുമ്മ ഫുസ്സിലത്ത്, അതിനെ പിന്നെ വിശദീകരിക്കുകയും ചെയ്തു. ഹക്കീമായ ഖബീറായ രാജാതിരാജനായ അഗ്രഗണ്യനായ
സൂക്ഷ്മജ്ഞാനിയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന്റെ കിതാബാണത്. എന്നാൽ അതുപോലെ തന്നെ അതിൽ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇറക്കിയത്. അഥവാ റസൂല് പോയാലും ഇവിടെ ആ റസൂലിന്റെ ഉമ്മത്തുകൾക്ക് ഖിയാമത്ത് നാൾ വരെ ആവശ്യമുള്ളതായ എല്ലാ നിയമാവലികളും എല്ലാ വിധിവിലക്കുകളും എല്ലാ തൗജിഹാത്തുകളും എല്ലാ കൽപ്പനകളും അതിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യൂഖിനൂൻ. പെട്ടാങ്ങാക്കുന്ന കെട്ടുറപ്പുള്ള വിശ്വാസമുള്ള സത്യവിശ്വാസികൾക്ക് അല്ലാഹു അല്ലാതെ ആരുണ്ട് ഈ രൂപത്തിലുള്ളതായ ഹുക്മ നൽകാൻ, ഈ രൂപത്തിലുള്ളതായ വിധികൾ ഇറക്കാൻ, വിധികൾ പഠിപ്പിക്കാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ വിധിയും ആ ഹുക്മും ആ ഗ്രന്ഥവും അത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അത് കേൾക്കുമ്പോൾ ആമന്ന സല്ലംന റദീന എന്ന് പറഞ്ഞു പോകും. അത്രമാത്രം കൽപ്പുള്ളതായ, അത്രമാത്രം സാഹിത്യ ശൈലിയിലുള്ളതായ, അത്രമാത്രം ഈ ഇജാസ് എന്ന അഥവാ ഈ ഇജാസ് എന്ന് പറഞ്ഞാൽ അമാനുഷികത്വം എന്ന അർത്ഥം വെക്കുന്നത് അത് അപൂർണമായ അർത്ഥമാണ്. യഥാർത്ഥത്തിൽ അമാനുഷികത്വം മാത്രമല്ല, മനുഷ്യനും അല്ലാത്തവർക്കും ഉണ്ടാക്കാൻ സാധിക്കയില്ല. ആ രൂപത്തിലുള്ളതായ കഴിവുകൽപ്പാണ് വിശുദ്ധ ഫുർഖാൻ അദീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഗ്രന്ഥത്തെ കൊണ്ട് നമ്മെ അല്ലാഹു ബഹുമാനിച്ചു, നമ്മെ അല്ലാഹു ആദരിച്ചു. എത്രമാത്രം നാം അല്ലാഹുവിന്റെ മുമ്പിൽ കടപ്പെട്ടവരാണ് എന്നാണ് മക്ക ഇമാം ചോദിക്കുന്നത്. അദ്ദേഹം വീണ്ടും തുടരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഫുർഖാൻ അദീമിൽ ഇറക്കിയപ്പോൾ അതിലൂടെ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള, മനുഷ്യരാശിക്ക് ആവശ്യമുള്ള എല്ലാ ദറൂറിയാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയുണ്ടായി. അതിൽപ്പെട്ടതാണല്ലോ നമുക്ക് അറിയാവുന്നതുപോലെ നഫ്സിന്റെ അവകാശങ്ങൾ പറഞ്ഞു, സമ്പത്തിന്റെ അവകാശങ്ങൾ പറഞ്ഞു, മതത്തിന്റെ അവകാശങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ അഭിമാനത്തിന്റെ അവകാശങ്ങൾ പറഞ്ഞു, അതുപോലെ ബുദ്ധിയുടെ അവകാശങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ലറൂറിയാത്ത് അൽ ഖംസി എന്ന പേരിൽ അറിയപ്പെടുന്നതായ സർവ്വ ലറൂറിയാത്ത്, മനുഷ്യന് നിർബന്ധമായി അനിവാര്യമായി ആവശ്യമായതായ കാര്യങ്ങൾ എന്ന അർത്ഥത്തിലേക്ക് അവകളെ കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദാംശങ്ങൾ നൽകുകയും അവകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായ കൽപ്പനകൾ വിശുദ്ധ ഫുർഖാൻ അദീമിൽ തുടക്കം മുതൽ അവസാനം വരെ പരന്നു കിടക്കുന്നതായിട്ട് കാണാവുന്നതാണ്. മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളതായ സർവ്വതും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളതായ സർവ്വ മഹാസനുകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമില്ലാത്തതായ ഖബായിസുകളെയെല്ലാം അതിൽ വിരോധിക്കുന്നുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബായിസുകളെയും മദാറുകളെയും, കള്ളു പോലത്തതായ ലഹരി പദാർത്ഥങ്ങൾ പോലത്തതായ തയ്യിബാത്തുകളല്ലാത്തതായ എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖി എന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെയുള്ളതായ അഖ്ലാഖിന്റെ ആ അഖ്ലാഖായിട്ട്, നല്ല സൽസ്വഭാവമായിട്ട്, നല്ല ജീവിത രീതിയായിട്ട് എന്തെല്ലാം ഞാൻ വരുമ്പോൾ വേണ്ടുവോ അതിന്റെ പരിപൂർണത നൽകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് പറയിപ്പിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരുമ്പോൾ ഇബ്രാഹിം നബിയുടെ മതത്തിന്റെ ആധാറുകൾ, അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് മൂസ നബിയുടെയും ഈസ നബിയുടെയും എല്ലാം ഉണ്ടായിരുന്നു. അത് അറിയുന്നവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം കൃത്രിമങ്ങൾ കടന്നുകൂടി എന്നതാണ് അതിനുള്ളതായ വീഴ്ച. പക്ഷേ ഈ ഖുർആനിന് അങ്ങനെയല്ല. ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അതിജയിച്ചുകൊണ്ടിരിക്കുന്നു, ലോകത്തിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പരിപൂർണതയിലേക്ക് എത്തിയതായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മആലിൽ ഉമൂറിനെയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളിലൊക്കെ ഉയർന്ന സ്റ്റാൻഡേർഡ് ഉള്ളതായ കാര്യങ്ങളെയാണ് ഈ ഇസ്ലാം ചർച്ച ചെയ്യുന്നത്, ഈ ഖുർആൻ ചർച്ച ചെയ്യുന്നത്, ഈ റസൂലുള്ളാഹി ചർച്ച ചെയ്തത് എന്നല്ലാതെ സഫാസിഫഹല്ല. അതുപോലെ തന്നെ കൊള്ളരുതാത്ത വിനോദങ്ങൾ, മനുഷ്യന്മാർക്ക് ആവശ്യമില്ലാത്ത ഫലമില്ലാത്ത വിനോദാഭാസങ്ങളോ തോന്നിവാസങ്ങളോ എന്തെല്ലാം ഉണ്ടോ അവകളെ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല, അവകൾക്ക് അല്ലാഹു പ്രേരണ നൽകുന്നില്ല, അവകളെല്ലാം ഇസ്ലാം വെറുക്കുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെയും ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, വിശുദ്ധ ഫുർഖാൻ അദീം എല്ലാ ഹുഖൂഖുകളെയും സംരക്ഷിച്ചു. ഹുഖൂഖുൽ ഇൻസാൻ എന്ന പേരിൽ ഇപ്പോൾ ലോകത്തിൽ പല രാഷ്ട്രങ്ങളും പറഞ്ഞു നടക്കുന്നതായിട്ട് കാണാം. പക്ഷേ അവരുടെ അടുക്കൽ ഹുഖൂഖുൽ ഇൻസാനിൽ അതിൽ ബഹുഭൂരിഭാഗം ഹക്കുകളും അവരെ തടയപ്പെട്ടതായിട്ടാണ് അവരുടെ ആ ഹുഖൂഖുൽ ഇൻസാനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഹുഖൂഖുൽ ഇൻസാൻ എ മുതൽ സെഡ് വരെ പരിപൂർണമായി ചർച്ച ചെയ്ത മതം അത് ഇസ്ലാമാണ്, ചർച്ച ചെയ്ത ഗ്രന്ഥം അത് ഖുർആനാണ് എന്നത് യഥാർത്ഥത്തിൽ ലോകം മനസ്സിലാക്കേണ്ടതായ ഒരു
യാഥാർത്ഥ്യമാണ്. എത്രത്തോളം ഹുഖൂഖുൽ ഇൻസാൻ മാത്രമല്ല, ഹുഖൂഖുൽ ഹയവാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരല്ലാത്തതായ ജീവികൾ, ആ ജീവികൾ, നാൽക്കാലി മൃഗങ്ങൾ, ആടുമാട്, ഒട്ടകങ്ങൾ, എല്ലാറ്റിന്റെയും ഹക്കുകളെ അള്ളാഹ് സംരക്ഷിച്ചിട്ടുണ്ട്. ഈ മതം സംരക്ഷിച്ചിട്ടുണ്ട്. ഉറുമ്പുകളെ വരെ, പ്രാണികളെ വരെ എല്ലാറ്റിന്റെയും സംരക്ഷണങ്ങൾ അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ മതത്തിലൂടെ ഇറക്കിയിട്ടുണ്ട്. ജമാദാത്ത് വരെ, ജമാദാത്ത് എന്ന് പറഞ്ഞാൽ ജീവില്ലാത്തതായ കൃഷികൾ പോലത്തതിനെ യുദ്ധം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി മദീനയിൽ നിന്നിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് പറയാറുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? വയസ്സന്മാരെ വധിക്കരുത്, കളവന്മാരെ വധിക്കരുത്, സൗമഅത്തിൽ ജീവിക്കുന്ന ഉബാദുകളെ വധിക്കരുത്, അതുപോലെ തന്നെ കുട്ടികളെ വധിക്കരുത്, സ്ത്രീകളെ വധിക്കരുത്, കൃഷികളെ നശിപ്പിക്കരുത്. അങ്ങനെ ജമാദാത്തുകളെ വരേക്കും സംരക്ഷിച്ചതായ മതമാണ് ഈ വിശുദ്ധ മതം എന്ന് മക്ക ഇമാം ഇന്ന് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. അതെ, ഇസ്ലാം അതുപോലെ തന്നെ നമ്മോട് ശാസിക്കുന്ന നിർബന്ധമായ കൽപ്പനയാണ് നാം മഹബത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി ജീവിക്കണമെന്നത്. നാം സൂക്ഷ്മത പാലിക്കണം എന്ന് മാത്രമല്ല, അമാനാത്തുകൾക്ക് നൽകേണ്ടതായ ബാധ്യത നൽകണം. ബിറുൽ വാലിദൈനും നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാക്കി അള്ളാഹു വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഖുർആനിൽ പലയിടങ്ങളിൽ സംസാരിച്ചു. അഥവാ മാതാപിതാക്കൾക്കുള്ള ബാധ്യത, അവർക്ക് നൽകേണ്ടതായ ചുമതല. അവര് മാതാപിതാക്കൾ അമുസ്ലിങ്ങളായാൽ പോലും, ശിർക്ക് ചെയ്യുന്ന ആയാൽ പോലും, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന, അള്ളാഹുവിനൊക്കെ വില വെക്കാത്ത, അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന വിഭാഗമായിരുന്നാൽ പോലും അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അവർ നിങ്ങളുടെ മാതാപിതാക്കൾ ആണ് എങ്കിൽ എന്ന് ഖുർആൻ ശാസിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, എത്ര നല്ലൊരു മതമാണ് നമ്മുടെ മതം എന്ന് മക്ക ഇമാമ് ലോകത്തോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് മക്ക ഇമാമ് ഇന്ന് സംസാരിച്ചപ്പോൾ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഊതി പറഞ്ഞതായ ഭാഗമാണ് നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ നന്നായി പ്രവർത്തിക്കുക, നന്നായി അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക. നിങ്ങളുടെ പ്രവർത്തനത്തെ പരലോകത്തിലേക്ക്, മഹ്ശറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അള്ളാഹു അത് കാണുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലോട് പ്രഖ്യാപിക്കപ്പെടും. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളും സത്യവിശ്വാസികളും അവിടെ അവരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. നിങ്ങളുടെ അമലിനെ, ശരിക്കുള്ള അമലാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടുന്നതായ പ്രതിഫലം എന്താണ് എന്നത് അവിടെ എല്ലാവരും കാണാൻ പോകുന്നുണ്ട്. അള്ളാഹ് അറിയുമെന്നത് പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ബാക്കിയുള്ളവരുമെല്ലാം അവിടെ അവരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നതാണ് അള്ളാഹു വിശുദ്ധ ഫുർഖാൻ അളീമിലൂടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നമ്മെ ഈ മതത്തിലൂടെ സംരക്ഷിച്ചു, ഈ മതത്തിലൂടെ ബഹുമാനിച്ചു, ഈ മതത്തിലൂടെ ആദരിച്ചു എന്നതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിനക്ക് ഫലമുള്ളത് അത് നീ നിറവേറ്റാൻ വേണ്ടി, അത് പ്രവർത്തിക്കാൻ വേണ്ടി, അത് ചെയ്യാൻ വേണ്ടി നിനക്ക് നിർബന്ധമുണ്ടാവണം. നിനക്ക് ഫലമുള്ളതിൽ നീ പ്രവർത്തിച്ചാൽ നിനക്ക് ഫലം കിട്ടുമെന്ന് തോന്നുന്ന കാര്യത്തിൽ അത് ചെയ്യുന്നതിൽ നീ വീഴ്ച വരുത്തരുത്, അതിൽ നീ മടി നിന്നിലുണ്ടാവരുത്. നല്ല വാക്കാണ്, നല്ല സാഹിത്യ ശൈലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്ര ഒരു നല്ലൊരു നസിഹത്താണത്. നിനക്ക് ആവശ്യമുള്ള ഫലമുള്ള കാര്യങ്ങൾ അതിൽ നീ പിൻവലിക്കരുത്, അതിൽ നീ മടിയനായി മാറരുത് എന്ന് മാത്രമല്ല, അത് അവിടെ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നീ രംഗത്തിറങ്ങുമ്പോൾ അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക, അള്ളാഹുവിന്റെ സഹായത്തം നടത്തുക. നീ ശേഷികെട്ടവനായി മാറിപ്പോകരുത്. അത്തരം കാര്യങ്ങളൊക്കെ നീ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നീ ശേഷികെട്ടവനായി മാറിപ്പോകരുത്. അതുകൊണ്ട് ഏറ്റവും വിജയി ആരാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവനും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവനുമാണ്. അതുപോലെ തന്നെ ഏറ്റവും പരാജയപ്പെട്ടവൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ ഖുർആനിന്റെ ആ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ തുനിയാത്തവനും ഖുർആനിനെ അംഗീകരിക്കാത്തവനും ഈ മതത്തെ, അള്ളാഹുവിന്റെ മതത്തെ അംഗീകരിക്കാത്തവനുമാണ് ഏറ്റവും നഷ്ടപ്പെട്ടവനും നാശത്തിൽപ്പെട്ടവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാം അദ്ദേഹത്തിന്റെ ഖുതുബയെ സമാപിച്ചത്. എന്നാൽ മദീനയിൽ ഡോക്ടർ അഹമ്മദ് അൽ ഹുദൈഫി, ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫിയുടെ മകനാണ് അഹമ്മദ് അൽ ഹുദൈഫി. അദ്ദേഹമാണ് ഇന്ന് സംസാരിച്ചത് മദീനയിൽ. അദ്ദേഹം മദീന സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെ മീതെ കയറി നിന്നിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മിമ്പറിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടാണ് ആരംഭിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മിമ്പർ യഥാർത്ഥത്തിൽ ആ ഇപ്പോഴുള്ള മിമ്പർ ശ്രോതാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സാധാരണ ഉണർത്താറുണ്ട്. റസൂലുള്ളാഹിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മിമ്പറാണ്, എന്നല്ലാതെ റസൂൽ കയറി പ്രസംഗിച്ച മിമ്പർ ഇതല്ല, അത് വേറെ മിമ്പറാണ്. അതേ സ്ഥലത്താണ്, അതേ സ്ഥാനത്താണ്, അതേ അന്തരീക്ഷത്തിലാണ്, അതേ റസൂൽ പ്രത്യേകത പറഞ്ഞ പ്രത്യേകത എല്ലാം അവിടെ ഉണ്ടാകുന്ന മിമ്പറിന് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നത് നാം മനസ്സിലാക്കണം. മാബൈന ബൈത്തിയോ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ മിമ്പറിന്റെയും എന്റെ വീട്ടിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിന്റെ തോപ്പിലോ തോപ്പാണെന്ന് റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം വരുമ്പോൾ ഈ മിമ്പർ തന്നെയാണ്. ആ വാക്കുകൊണ്ട് വിവക്ഷ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്കുകൊണ്ടുള്ളതായ വിവക്ഷ ഇപ്പോഴുള്ളതായ സ്ഥലത്തുള്ള മിമ്പർ തന്നെയാണ് എന്നതുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. എന്നാൽ ആ മിമ്പർ
മിമ്പറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ മിമ്പറിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ലോകർക്കാസകലം ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ അതിന്റെ വിധി വിലക്കുകളും അതിന്റെ നിയമാവലികളും അതിൽ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളതായ നന്മകളും അതിന്റെ നൂറും അതിന്റെ പ്രകാശവും അതിന്റെ ഹിദായത്തും അതെല്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതായ ആ മിമ്പറാണത്. ആ മിമ്പറിന്റെ മീതെ നിന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ലോകത്തിലുള്ള മിമ്പറിന്റെ മീതെ കയറുന്നവരോടെല്ലാം അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്, മിമ്പറിന് അവകാശം പുലർത്തണം, മിമ്പറിന് മഹാ അവകാശമുണ്ട്. ആ അവകാശത്തിൽപ്പെട്ടതാണ് ആ മിമ്പറിന്റെ മീതെ കയറാനുള്ള ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മിമ്പർ നിന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മിമ്പറിന്റെ മീതെ കയറിയപ്പോൾ റസൂൽ ചെയ്തതായ കാര്യങ്ങളാണ് നീ കയറുന്ന മിമ്പറിന്റെ മീതെ വെച്ചിട്ട് നീയും ചെയ്യേണ്ടത്. നീ അതിൽ വീഴ്ച വരുത്തരുത്. ചൊവ്വായ അള്ളാഹുവിന്റെ മതമായ ആ മതത്തിനെ പ്രചരിപ്പിക്കുക. ആ മിമ്പറിലൂടെ ആ ഇസ്ലാമിന്റെ മൂലാധാരമാകുന്ന ഖുർആനിനെയും അതുപോലെ തന്നെ പ്രമാണങ്ങളെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിന്, അതാണല്ലോ നമ്മുടെ പ്രമാണം. ഈ മിമ്പറിന്റെ മീതെ പ്രഖ്യാപിക്കപ്പെട്ട പ്രമാണങ്ങളാകുന്ന ഖുർആനിനെയും തിരുസുന്നത്തിനെയും പ്രചരിപ്പിക്കുക. അതായിരിക്കണം മിമ്പറിൽ കയറുന്നവരെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് മിമ്പറിൽ കയറുന്നവരോട് അദ്ദേഹം ഉണർത്തിയുകൊണ്ടാണ് സംസാരിച്ചത്. പണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്പെഷ്യൽ കവിയായ മഹാനായ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ സംസാരിച്ചപ്പോൾ മിമ്പറിനെ കുറിച്ച് പരാമർശിച്ചിട്ട് പദ്യം പാടിയിട്ടുണ്ട്. ആ പദ്യം പാടിയും കൊണ്ടാണ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പറിന്റെ മീതെ കയറിയും കൊണ്ട് ഡോക്ടർ അഹ്മദ് അൽ ഹുദൈഫി മിമ്പറിന്റെ ബാധ്യതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചർച്ച ചെയ്യാൻ ആരംഭിച്ചത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയുന്നു, ബിതൈബത റസ്മുൻ ലിർറസൂലി വമഅഹദു. തൈബ എന്ന നാട്ടിൽ ചെല്ലുന്നവർക്ക് കാണാം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ പല പല അടയാളങ്ങൾ ഇവിടെ കാണാം. ആ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഅഹദ്, അവരുണ്ടാക്കിയതായ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ മദ്രസ അല്ലെങ്കിൽ സ്ഥാപനം, മതപഠനം, ആ പള്ളിക്കൂടം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തോപ്പ്. ഖിയാമത്ത് നാൾ വരെ ആ പ്രത്യേകത, ആ ഇൽമ് അവിടെ പഠിക്കാൻ വഹി ചൂടാറുന്നതിന് മുമ്പ് ആ റഈലുൽ അവലാകുന്ന നമ്മുടെ നേതാക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ ആ സ്ഥലത്തിനെ കുറിച്ചാണ് ഖിയാമത്ത് നാൾ വരേക്കും സ്വർഗ്ഗത്തോപ്പാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് ഞാൻ പറയാറുണ്ട്. അത് മദീന ഇമാം ഇന്ന് സംസാരിച്ചപ്പോൾ ആ ഭാഗത്തിലേക്ക് സൂചന നൽകിയും കൊണ്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ സംസാരിക്കുന്നത്. അവിടെ പല പല അടയാളങ്ങളുമുണ്ട്. അടയാളങ്ങളൊക്കെ സാധാരണ പതിവനുസരിച്ചിട്ട് മാഞ്ഞു പോകാറുണ്ട്. അതാണ് സ്വാഭാവികമായിട്ടും നമുക്ക് കാണാറുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടയാളങ്ങൾ മാഞ്ഞു പോകുന്നതല്ല, അത് ഇവിടെ സ്ഥിരമായി നിൽക്കുന്നതായ അടയാളങ്ങളാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ പവിത്രതയുള്ളതായ ആ ഹറമിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച കാലഘട്ടത്തിൽ ഇവിടെ സ്ഥാപിച്ചു പോയതായ അടയാളങ്ങൾ ഖിയാമത്ത് നാൾ വരെ അത് ശേഷിച്ചുകൊണ്ട് ഇരിക്കുന്നതായ അടയാളങ്ങളാണ്. അതിലുള്ള മിമ്പറാവട്ടെ, അതിലുള്ള മെഹ്റാബാവട്ടെ, അതിലുള്ളതായ സ്വർഗ്ഗത്തോപ്പാവട്ടെ, അതിൽ പഠിപ്പിക്കപ്പെട്ടതായ ഹിദായത്താവട്ടെ, അതിലുള്ളതായ നൂറുകളാവട്ടെ, അതെല്ലാം അവിടെ ഖിയാമത്ത് നാൾ വരെ ശേഷിച്ചുകൊണ്ട് ഇരിക്കുന്നതായ ഭാഗമാണ്. ബിഹാ മിമ്പറുൽ ഹാദി അല്ലദീ കാന യസ്അദു. ആ മദീനയിലുണ്ട് അല്ലാഹുവിന്റെ റസൂൽ കയറി തന്നതായ മിമ്പർ ആ മദീനയിലുണ്ട് എന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയുന്നു. ആ മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പറായതുകൊണ്ട് അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന അടയാളമാണ്, ശേഷിക്കുന്ന അടയാളമാണ്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അടയാളമാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. തുടരുന്നു, ആയാതിൻ വബാഖി മആലിമിൻ വറബഉ ലഹു ഫീഹി മുസല്ലൻ വമസ്ജിദു. എത്രയെത്രയോ ദൃഷ്ടാന്തങ്ങളും എത്രയെത്രയോ ആധാറുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ പലതും റസൂൽ വഫാത്തായി പോയപ്പോൾ നമ്മുടെ മുമ്പിൽ ശേഷിപ്പിച്ച് ഒഴിവാക്കിയിട്ടാണ് പോയത്. അതിലുള്ള ആ ദൃഷ്ടാന്തങ്ങളും മാലിമുകളും എല്ലാം ഇപ്പോഴും ആ തലപൊക്കി നിൽക്കുകയാണ് ലോകത്തിന്റെ മുമ്പിൽ. അതുപോലെ റസൂൽ ഒഴിവാക്കി പോയതായ അവരുടെ പരിസരത്തിൽ ജീവിച്ചതായ മുഹാജിറുകൾ, അൻസാറുകൾ, ആ മഹാനേതാക്കൾ, ആ നേതാക്കളുടെ ജീവിതം കുറിക്കുന്ന ഖുർആൻ പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. നിങ്ങൾക്ക് പ്രീതി അല്ലാഹുവിന്റെ വേണമോ, അല്ലാഹു പ്രീതിപ്പെട്ടവരായി മാറണമോ, എന്നാൽ നിങ്ങൾ എന്ത് വേണം? ആ മഹാത്മാക്കളുടെ ബേക്കിലാണ് നടക്കണം. അങ്ങനെയുള്ള മഹാത്മാക്കൾ റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരന്നുകൊണ്ട് ജീവിച്ച മുഹാജിറുകളിലേക്കും അൻസാറുകളിലേക്കും സൂചനയാണ് മഹാനായ ഹസ്സാൻ നൽകുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്പെഷ്യൽ കവി നൽകുന്നത്. റബ്ഉൻ ലഹു ഫീഹി മുസല്ലൻ വമസ്ജിദു
പോരാത്തതിന് അവിടെ റസൂലുള്ളാഹിന്റെ മുസല്ലയുണ്ട്, റസൂലുള്ളാഹിന്റെ പള്ളിയുണ്ട് എന്ന് മാത്രമല്ല ബിഹാ ഹുജുറാത്തുൻ കാന യൻസിലു വസ്തഹാ മിനല്ലാഹി നൂറുൻ യുസ്തദാഉ വയൂഖദു, അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചതായ കുടിലുകളുണ്ട്, ഹുജറാത്തുകളുണ്ട്. ആ ഹുജറാത്തിന്റെ മധ്യത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് അവിടെ പ്രകാശങ്ങൾ ഇറങ്ങാറുണ്ടായിരുന്നു. ആ പ്രകാശങ്ങൾ ലോകവ്യാപകമാക്കപ്പെടാറുണ്ടായിരുന്നു. ഖുർആനിൽ പറഞ്ഞതുപോലെ ഒതുക്കുർന, നിങ്ങൾ ഓതുക. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട്, നമ്മുടെ ഉമ്മമാരോട് എന്താണല്ലോ കൽപ്പിച്ചത്? ഒതുക്കുർണമായുത്തുല, നിങ്ങളിലേക്ക് ഓതപ്പെടുന്ന ഫീബുയൂത്തിക്കുന്ന, നിങ്ങളുടെ കുടിലുകളിൽ നിങ്ങളുടെ വീടുകളിൽ ഓതപ്പെടുന്നതായ ആ അള്ളാഹുവിന്റെ കലാമുകളെ നിങ്ങൾ സ്മരിക്കണം, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അത് ഉൾക്കൊള്ളണം. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി മാറുന്നവരായി മാറണം എന്നൊക്കെ റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന ഖുർആനിലുണ്ട്. ഒതുക്കുർണമായുത്തുല ഫീബുയൂത്തിക്കുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, അള്ളാഹുവിന്റെ ഹിക്മത്തും അള്ളാഹുവിന്റെ ആയത്തും. ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന ഖുർആനാകുന്ന ഈ വിശുദ്ധ ഫുർഖാൻ അദീമിന്റെ ആയാത്തുകളാണ്. ഹിക്മ എന്ന് പറഞ്ഞാൽ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിക്മ എന്ന വാക്കിന്റെ അർത്ഥം സുന്നത്ത് എന്നതാണ് അർത്ഥം വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 23 കൊല്ലത്തെ ജീവിതചര്യയാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മആരിഫു ലം തുത്മസ് അലൽ അഹദി ആയുഹ അതാഹൽ ബലാ ഫൽ ആയി മിൻഹാ തുജദ്ദദു. എന്നാൽ ഇവിടെ ഹസ്സാൻ പറഞ്ഞതുപോലെ ഇവിടെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ, ധാരാളം അടയാളങ്ങൾ മാഞ്ഞു പോകപ്പെടാറുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൃഷ്ടാന്തങ്ങൾ അത് പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിവിടെ പുതുക്കിക്കൊണ്ടേയിരിക്കാൻ ആൾക്കാരുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അത് ശേഷിക്കും. ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അത്ഭുതങ്ങൾ. ഈ മദീനയിൽ റസൂൽ പോയയുടെ മുതൽ ഇന്ന് വരെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുന്നതാണ്. എന്ന് മാത്രമല്ല ഖിയാമത്ത് നാളാകുന്ന സന്ദർഭത്തിൽ ലോകത്ത് നാസകലം ഈ ഈമാനാകുന്ന പ്രകാശം, ഈ ഈമാനാകുന്ന ദൃഷ്ടാന്തം, ഈ ഈമാനാകുന്ന സത്യവിശ്വാസം അത് ലോകത്ത് നാസകം നശിച്ചാലും ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, ലോകത്ത് ആസരം അത് നശിച്ചാലും അത് ഈ നാട്ടിലേക്ക് പാമ്പ് അതിന്റെ മാളത്തിലേക്ക് എങ്ങനെയാണ് അഭയം തേടുന്നത്, ശത്രുവിനെ ഭയപ്പെട്ട് അങ്ങനെ അഭയം തേടുന്നതായ അഭയ കേന്ദ്രമാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് വിശദീകരിക്കുന്നതായ മദീന എന്നത് നാം ഇവിടെ കൂട്ടിച്ചേർക്കൽ നല്ലതാണ്. മദീന ഇമാം പറയുന്നു, ഈ ഞാൻ കയറി നിന്നതായ മെമ്പർ, ആ മെമ്പർ അതിനെ കുറിച്ച് റസൂൽ പറയുന്നത്, അഥവാ റസൂലുള്ളാഹിന്റെ മെമ്പറിനെ കുറിച്ച് തുർഅത്തും മിൻ തുറഇൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു ഭാഗമായി, സ്വർഗത്തിന്റെ ഒരു ഖനാത്തായി മാറാൻ പോവുകയാണെന്ന് റസൂൽ പ്രഖ്യാപിച്ച മെമ്പറാണ്. അതുകൊണ്ട് ഈ മെമ്പർ ലോകത്തിലുള്ളതായ മെമ്പറുകൾക്ക് മാതൃകയാവേണ്ടതാണ്. അതാണ് വിഷയം. മദീന ഇമാം പറയുന്നു, ഈ മിമ്പർ ലോകത്തിലുള്ള മിമ്പറിന്റെ ഉടമകൾക്കൊക്കെ അത് മാതൃകയാവണം. ഈ മിമ്പർ പണ്ട് ജഹാലത്തുകളെ മായ്ച്ചു കളഞ്ഞ മിമ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ ജഹാലത്ത് മായ്ക്കാൻ വേണ്ടി പറയണം. ആദ്യത്തെ ജഹാലത്ത് എന്താണ്? എന്ന് ഖുർആനിൽ ജാഹിലീങ്ങൾ അല്ലാഹു വിളിച്ചത് ആരെയാണ്? തൗഹീദ് ഉൾക്കൊള്ളാത്തവരെ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തവരെ, അള്ളാഹു അല്ലാത്ത ഷിട്ടികളെ, കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ, വ്യക്തികളെ, വസ്തുക്കളെ, സാധനങ്ങളെ, ജിന്നുകളെ, മലക്കുകളെ, അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തി, അള്ളാഹുവിനെ തരം താഴ്ത്തി, അള്ളാഹുവിനെ കൂട്ടാക്കാതെ അള്ളാഹുവിന് നൽകേണ്ട അവകാശം ഷിട്ടികൾക്ക് നൽകി, അങ്ങനെയുള്ളതായ ആ ശിർക്കൻ പദ്ധതികൾ ചെയ്യുന്ന വിഭാഗം, അവരുടെ പേരാണ് ജാഹിലീങ്ങൾ എന്ന് ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള ജാഹിലാവാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് എന്ന് ചോദിക്കാൻ ഖുർആൻ പറയുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ളതായ ജഹാലത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് റസൂലുള്ളാഹിന്റെ മിമ്പർ പാടുപെട്ടത്. അതുകൊണ്ട് മിമ്പറിന്റെ ഉടമകളെ, മിമ്പറിൽ കയറാൻ ശാസ് കിട്ടുന്നവരെ, മിമ്പറിൽ കയറുന്നവരെ, പ്രാസംഗികന്മാരെ, പ്രബോധകന്മാരെ, നിങ്ങളെല്ലാവരും ഈ മിമ്പർ ഉൾക്കൊള്ളുന്നതായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി പാടുപെടണം. അത് റസൂലുള്ളാഹി എങ്ങനെയാണ് ഇവിടെ പ്രചരിപ്പിച്ചത് അതുപോലെ ലോകത്തിലുള്ളതായ, ലോകത്തിൽ നൽകുന്നതായ പ്രഭയാണത്, പ്രകാശമാണത്. ആ പ്രഭയും പ്രകാശവുമായ ആ നൂറിനെ നിങ്ങൾ ലോകത്തിൽ ആ സകലം വ്യാപകമാക്കിക്കൊണ്ട് ഇരിക്കണം. ഈ മിമ്പർ ഫാരിസാണ്, മനാബിറുകളുടെ അഥവാ ലോകത്തിലുള്ള സർവ്വ മിമ്പറുകളുടെ ഫാരിസാണ്. അതിന്റെ നേതൃത്വം വഹിക്കുന്ന, അതിന്റെ കടിഞ്ഞാണ് പിടിക്കുന്നതായ മെമ്പറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെമ്പർ. എന്ന് മാത്രമല്ല ലോകത്തിലുള്ള സർവ്വ മെമ്പറുകൾക്കും അത് ഇബ്രത്താണ്, അത് പാഠം പഠിപ്പിക്കുന്നതായ മെമ്പറാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മെമ്പറിൽ കൂടിയാണ് ഖുലൂബുകൾ, അന്ന് ഇവിടെ ജീവിച്ചിരുന്നതായ മുഹാജിറുകളുടെ, അൻസാറുകളുടെ, അതുപോലെ മുസ്ലിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇമാറത്ത് നൽകിയതായ, അതിന് കൊഴുപ്പ് നൽകിയതായ, അതിന് പ്രകാശം നൽകിയതായ മെമ്പറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മെമ്പർ. അങ്ങനെയുള്ള ആ മെമ്പറിന്റെ മീത റസൂൽ
റസൂൽ കയറിയാൽ പ്രാസംഗികന്മാരെ ശ്രദ്ധിക്കുക, സംസാരിക്കുന്ന സംസാരം അനുസരിച്ചിട്ട് നിങ്ങളുടെ സംസാരം നല്ല രുചിയുള്ള സംസാരമാവാൻ പരിശ്രമിക്കണം, നല്ല രൂപത്തിലുള്ള സാഹിത്യശൈലിയുള്ള സംസാരമായിരിക്കാൻ പരിശ്രമിക്കണം. അതേ സമയത്ത് സാഹിത്യശൈലി കൂടി ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലായി പോകരുത്. ലളിതമായ ഭാഷയിലാണ്, സാഹിത്യശൈലിയോടുകൂടി ലളിതമായ ഭാഷയിലാണ് നമ്മുടെ കണ്ണിലൂണിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് സഹാബാക്കളോട് അഭിസംബോധന ചെയ്യാറുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ, അവർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇഹ്മറത്ത് ഐന, അവര് കാര്യ ഗൗരവത്തോടു കൂടി പറയുന്ന വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ചിട്ട് അവരുടെ കണ്ണ് ചുവന്നു പോകും. അതുപോലെ തന്നെ വഅലാ സൗതുഹു, കാര്യം ഗൗരവത്തോടു കൂടി പറയേണ്ടതാണെങ്കിൽ അവരുടെ ശബ്ദം ഉയരും എന്ന്, ശബ്ദം ഉയർത്തുന്ന സമയത്ത് ശബ്ദം ഉയരും, ശബ്ദം പതുക്കെയാക്കുന്ന സമയത്ത് ശബ്ദം പതുക്കെയാക്കും എന്നർത്ഥം. അതുപോലെ തന്നെ കഅന്നഹു മുൻദിറു ജയ്ഷ്, പട്ടാളത്തിനെ കുറിച്ച് വാണി നൽകുന്ന വ്യക്തിയെ പോലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധം വരാൻ വേണ്ടിയുള്ളതായ സൂചനകൾ വരുമ്പോൾ ബോംബ് വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ ഇപ്പോൾ സേറണം കൂകലാണല്ലോ. അങ്ങനെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം വരാൻ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ മിമ്പറിന്റെ മീതെ കയറി സംസാരിക്കുമ്പോൾ മുൻദിറു ജയ്ഷായിട്ട് പട്ടാളക്കാർ ചെയ്യാറുണ്ട്. ആ കാലഘട്ടത്തിൽ റസൂലിന്റെ സഹാബാക്കളാകുന്ന പട്ടാളക്കാരിൽ നിന്നിട്ട് നേതൃത്വങ്ങൾ ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മീതെ കയറിയാൽ മുൻദിറുൽ ജയ്ഷായി മാറുമെന്നാണ്. അഥവാ പട്ടാളം വരുമ്പോൾ അവരെ കുറിച്ച് വാണിംഗ് നൽകുന്ന വ്യക്തിയെ പോലെയായി റസൂലുള്ളാഹി സംസാരിക്കുമെന്നാണ്. അതെ, ഇത് നാം മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംസാരത്തിൽ മഹാബത്തുണ്ട്, ഹലാവത്തുണ്ട് എന്ന് മദീന ഇമാമ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതെ, മഹാബത്ത് എന്ന് പറയുമ്പോൾ നാം അതിന്റെ ഗൗരവം അനുസരിച്ചിട്ട് സംസാരത്തിന്റെ വെയിറ്റ് കൂടും. അതേസമയത്ത് രുചികരമായ ആസ്വാദ്യകരമായ സംസാരമായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സംസാരിക്കുക. റക്കാക്കത്ത് അവരുടെ സംസാരത്തിൽ ഉണ്ടാവുകയില്ല. മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത രൂപങ്ങൾ, മനസ്സിലാവാത്ത പദങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതുമ്പോൾ സംസാരിക്കാറില്ല. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് സാധാരണ കേൾക്കാറുള്ളത് ദഅവത്ത്, അവരുടെ ദഅവത്ത് നസീഹത്താണ്. അത് വളരെ കൃത്യമായിട്ട് പ്രാസംഗികന്മാര്, ഖതീബന്മാര് മനസ്സിലാക്കേണ്ടതായ പോയിന്റാണ്. റസൂലുള്ളാഹിയുടെ മിമ്പറിന്റെ മീതെ റസൂലുള്ളാഹി പ്രസംഗിച്ചപ്പോൾ 10 കൊല്ലത്തിലൂടെ റസൂൽ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ പരിശോധിച്ചാൽ അവിടെയെല്ലാം നസീഹത്താണ് കാണുക. ശ്രോതാക്കളോട് നസീഹത്ത് നൽകുക, സദുപദേശങ്ങൾ നൽകുക, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപദേശിക്കുക എന്നല്ലാതെ ആവശ്യമില്ലാത്തതായ കാര്യങ്ങൾ, വേസ്റ്റായ കാര്യങ്ങൾ, ജനങ്ങൾക്ക് വെറുപ്പും അറുപ്പും വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായ സാഹിത്യ ശൈലികളും വാക്ക് കസർത്തുകളും പറഞ്ഞുകൊണ്ട് പേരും പെരുമയും ഉണ്ടാക്കണമെന്നല്ലാതെ ജനങ്ങളെ നന്നാക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആവുക എന്നത് പലരിലും ഉണ്ടാവാറില്ല. അത് പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പർ അതല്ല പഠിപ്പിച്ചത്. തദ്കീർ അവരുടെ പ്രധാന ഭാഗമായിരുന്നു. ജനങ്ങൾക്ക് വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ആ ജനങ്ങളെ, ശിട്ടികളെ ഓർമ്മിപ്പിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ജുമാ ദിവസത്തിൽ 2 റക്അത്ത് കട്ടാക്കിയിട്ട് 2 റക്അത്തിന്റെ സ്ഥാനത്ത് ഖുതുബ ഓതാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത്. എന്ന് മാത്രമല്ല, ഖുതുബ ഓതുന്നതായ ആ വ്യക്തി മറ്റു ജുമാ ഇല്ലാത്ത പള്ളികളിലുള്ളവരെല്ലാം അവിടെ വരും. അപ്പോൾ എല്ലാവർക്കും ബോധനം കിട്ടുന്ന, പ്രബോധനം ലഭിക്കുന്ന, അവർക്ക് പരലോകമോക്ഷം ലഭിക്കാനുള്ള മാധ്യമങ്ങളും റൂട്ടുകളും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത്. അത് തീർച്ചയായിട്ടും അവന്റെ മുമ്പിൽ കിട്ടുന്ന, അഥവാ വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുതുബ ഓതുന്ന ഖതീബുമാരുടെ മുമ്പിൽ കിട്ടുന്നതായ ആ വിഭാഗത്തെ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല, എല്ലാ സന്ദർഭത്തിലും കിട്ടിക്കൊള്ളണമെന്നില്ല എന്നത് പരിഗണിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ചെയ്തതുപോലെ നസീഹത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, തദ്കീർ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, തഹ്രീഖുൽ ഖുലൂബ്, ഹൃദയത്തെ ഇളക്കുന്ന രൂപത്തിൽ, ഹൃദയം അനങ്ങുന്ന രൂപത്തിൽ, ഹൃദയത്തിൽ മനസ്സ് തൊട്ട് പഠിക്കാനും കേൾക്കാനും പറ്റുന്ന രൂപത്തിൽ, മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ളതായ പ്രസംഗമായി മാറാനാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ റിളായെ ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ടും പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ടും ആത്മാർത്ഥതയോടുകൂടിയുമാണ് ഖതീബ് ഖുതുബ ഓതുന്നതെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനയ്ക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്നർത്ഥം. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏത് നബിമാർക്കും അവര് വാദും പ്രസംഗങ്ങൾക്കും നൽകുന്ന സന്ദർഭത്തിൽ അവരുടെ ഉമ്മത്തുകൾക്ക് അനിവാര്യമായ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. എന്നിലേക്ക് അള്ളാഹു നൽകിയത് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് വഹിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് അള്ളാഹു ഇറക്കി തന്നതായ വഹിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഉമ്മത്തുകളെക്കാൾ കൂടുതൽ എന്റെ ബേക്കിൽ അണിനിരക്കുന്ന ഉമ്മത്തുകൾ വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട്
അതുകൊണ്ട് നമ്മുടെ ഖതീബുമാരോട്, ലോക മുസ്ലിം ഖുതബാകളോട് മിമ്പറിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മദീന ഇമാമ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പറിനെ വീതവെച്ചിട്ട് ഊന്നി പറയുകയുണ്ടായി, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറ, അവൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഫലമുള്ളത് പറയട്ടെ, നന്മ പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന ഹദീസും കൂട്ടത്തിൽ മദീന ഇമാം ഓതുകയുണ്ടായി. അതുകൊണ്ട് സത്യസന്ധതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, അമാനത്താണ് എന്നത് ഓർത്തുകൊണ്ട്, സൂക്ഷിപ്പ് സ്വത്താണ് എന്ന് ഓർത്തുകൊണ്ട് ഉപയോഗിക്കേണ്ടതുപോലെ ആ മിമ്പറുകളെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മിമ്പറുകളുടെ സ്ഥാനത്താണ് ലോകത്തുള്ള മുസ്ലിങ്ങളുടെ സർവ്വ മിമ്പറും എന്ന് മനസ്സിലാക്കിയിട്ട് സർവ്വ മിമ്പറിന്റെ മീതെ കയറുമ്പോൾ ഇത് റസൂലുള്ളാഹി കയറിയ രൂപത്തിൽ, പണ്ട് കയറിയ രൂപത്തിലാണ് ഞാൻ കയറുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ അവകാശം നിറവേറ്റാൻ വേണ്ടി പാടുപെടണമെന്ന് ഖതീബുമാരോട് ഉപദേശിച്ചുകൊണ്ടാണ് ഇന്ന് മദീന ഇമാമ സംസാരിച്ചത് എന്നതുകൂടി ഞാനും എന്റെ സംസാരത്തിന്റെ സമാപനത്തിൽ ഊന്നി പറയുന്നു. നാം ഇതുവരെ പറഞ്ഞത് സൽക്കർമ്മമായി നമ്മിൽ നിന്നിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മെമ്പറുകളെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അത് ഫലപ്രദമാക്കി മാറ്റുന്ന രൂപത്തിലായി ആവട്ടെ എന്ന് നമുക്ക് ലോക മുസ്ലിങ്ങളുടെ മുമ്പിലുള്ളതായ മെമ്പറുകൾക്ക് എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മെമ്പർ മാതൃകയായി കണ്ടെത്താനുള്ളതായ ഭാഗ്യം എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وحكام وعلماء بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدبيره تدميرا. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കൊക്കെ നീ പുറത്തു കൊടുക്കുകയും ഉദ്ദേശങ്ങൾ നിറവേറ്റുകയും രോഗങ്ങൾ ശിഫിയാക്കുകയും അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്ക് വേണ്ടി അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കുകയും അവരുടെ ഖബർ സ്വർഗ്ഗത്താക്കുകയും ചെയ്യണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.